Dear students, today we are going to discuss timers of 8051. Objective: to familiarize the timers of microcontroller 8051. 8051 മൈക്രോകൺട്രോളറിൽ രണ്ട് ടൈമേഴ്സ് ആണുള്ളത്. ടൈമർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൈക്രോ കൺട്രോളർ ആവട്ടെ മൈക്രോ പ്രോസസ്സർ ആവട്ടെ ഇങ്ങനെയുള്ള സിസ്റ്റംസിൽ ടൈമറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടൈം റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് മൈക്രോ കൺട്രോളറിനെ ഹെൽപ്പ് ചെയ്യുന്ന യൂണിറ്റാണ് ടൈമേഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു 8051 മൈക്രോ കൺട്രോളറിൽ രണ്ട് ടൈമേഴ്സാണുള്ളത്, ടൈമർ 0 ആൻഡ് ടൈമർ 1. ഈ രണ്ട് ടൈമേഴ്സും 16 ബിറ്റ് ടൈമേഴ്സാണ്. 16 ബിറ്റാണ് അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ടൈമേഴ്സിനെ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാം? ഈവൻ കൗണ്ടേഴ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നോക്കിക്കൊള്ളാം. ടൈമേഴ്സ് 8051 മൈക്രോ കൺട്രോളറിൽ രണ്ടെണ്ണമാണ് ഉള്ളതെന്ന് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു. ടൈമർ 0 ആൻഡ് ടൈമർ 1. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് T0 ആൻഡ് T1 എന്നാണ്. അപ്പോൾ ഇത് 16 ബിറ്റ് ടൈമേഴ്സ് ആണെന്ന് പറഞ്ഞു. വേണമെങ്കിൽ നമുക്കതിനെ 8 ബിറ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 16 ബിറ്റ് ടൈമറായ T0നെ രണ്ട് 8 ബിറ്റ് ടൈമേഴ്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ 8 ബിറ്റ് പാർട്സ് എന്ന് പറയുന്നത് ടൈമർ ലോ ആൻഡ് ടൈമർ ഹൈ ആണ്. ടൈമർ ലോ 0 ആൻഡ് ടൈമർ ഹൈ 0. കാര്യം എന്താണ്? ടൈമർ 0 ആണ്. ടൈമർ 0യുടെ 8 ബിറ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഏതാണ്? ടൈമേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ടൈമർ ലോ TL0 ആൻഡ് TH0. അതുപോലെ തന്നെ ടൈമർ 1ൻ്റെ 8 ബിറ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ടൈമർ ലോ 1 ആൻഡ് ടൈമർ ഹൈ 1, ദാറ്റ് ഈസ് TL1 ആൻഡ് TH1. ഇനി ടൈമർ 0യുടെ സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം. ഇതാണ് ടൈമർ 0യുടെ സ്ട്രക്ചർ. ദാറ്റ് ഈസ് ഒരു 16 ബിറ്റ് രജിസ്റ്റർ ആണ് ടൈമർ 0 എന്ന് പറയുന്നത്. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ ലോവർ പോർഷൻ, ദാറ്റ് ഈസ് 0 to 7 ബിറ്റ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? TL0 എന്ന് പറയാം. ടൈമർ ലോ 0. അതുപോലെ തന്നെ 8 തൊട്ട് 15 വരെയുള്ള ബിറ്റ് പൊസിഷൻസ് ആണ് ടൈമർ ഹൈ 0 എന്ന് പറയാം, TH0. സെയിം തന്നെയാണ് ടൈമർ 1ൻ്റെയും. 0 to 15 ആണ് അതിൻ്റെ ബിറ്റ് പൊസിഷൻസ് വരിക, ബിറ്റ്സ് വരിക. അപ്പോൾ അതിൽ 0 to 7 എന്ന് പറയുന്നത് TL1ഉം ടൈമർ ലോ 1ഉം അതിൻ്റെ ഹൈ പൊസിഷൻസ്, ദാറ്റ് ഈസ് 8 to 15 വരെയുള്ള ബിറ്റ് പൊസിഷൻസ് ആണ് ടൈമർ ഹൈ 1, ദാറ്റ് ഈസ് TH1. അപ്പോൾ ടൈമർ 1ൻ്റെ രണ്ട് പാർട്ടാണ് TL1 ആൻഡ് TH1. ഇനി ടൈമർ 0 നമുക്കറിയാം ഒരു 16 ബിറ്റ് രജിസ്റ്റർ ആണ്. ഒരു ടൈമർ 16 ബിറ്റ് വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈമർ 0യുടെ സ്ട്രക്ചർ. അപ്പോൾ ഇതിനകത്ത് ഓരോ ബിറ്റ് പൊസിഷനിലും നമുക്ക് ഏറ്റവും മിനിമം വാല്യൂ ഒരു പൊസിഷനിൽ നമുക്ക് ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നെങ്കിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും, അല്ലേ? അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലോയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എല്ലാം 0 ആകുക എന്നുള്ളതാണ് ഏറ്റവും ലോയസ്റ്റ് വാല്യൂ, അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് ഹെക്സാഡെസിമലിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 0000 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. കാര്യം എന്താണ്? ഇത് ഹെക്സാഡെസിമൽ റെപ്രസെൻറ്റേഷൻ ആണ്, ഇത് ബൈനറി ആണ്. അപ്പോൾ ബൈനറിയിലെ 4 ബിറ്റ് പൊസിഷനാണ് ഹെക്സാഡെസിമലിലെ ഒരു ബിറ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 4 0 വരുമ്പോഴാണ് കറസ്പോണ്ടിങ് എന്ത് വരിക? ഒരു 0 വരിക. അങ്ങനെ 16 zeros വരുമ്പോൾ നമുക്ക് എന്തായി? 4 zeros വരുന്നത്. അതാണ് ഹെക്സാഡെസിമൽ വാല്യൂ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഹയസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എല്ലാ ബിറ്റ് പൊസിഷനിലും 1 വരിക, ചില 16 1s വരാം. അപ്പം 4 1 ചേരുമ്പോൾ ബൈനറി 1s നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? F എന്നാണ് വരിക, അല്ലേ? അപ്പോൾ ഇത് ഫുൾ 16 1s ആണ് വരിക ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ചില അതിന് മാക്സിമം വാല്യൂ എത്രയായിരിക്കും വരിക? F എന്ന് വെച്ചാൽ ഈ ടൈമറിൻ്റെ ഏറ്റവും ലോവസ്റ്റ്, ഇതിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലോയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 0000യും ഹെക്സാഡെസിമലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് H എന്ന് പറയുന്നത് എന്താണ്? ഹെക്സാഡെസിമലിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ കൂടെ ഒരു 1 കൂടി വന്നു വെച്ചാൽ FFFFിനേക്കാളും കൂടുതലായിട്ട് വന്നു. അപ്പോൾ അത് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുമോ? 16 ബിറ്റിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? 4F ആണ്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ടൈമർ 0 ഓവർഫ്ലോ ആയിപ്പോവും. കാര്യം അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും എക്സസ് വന്നു. ആ ഒരു കണ്ടീഷനിലാണ് ടൈമർ 0 എന്ത് പറ്റുന്നത്? ഓവർഫ്ലോ പറ്റുക.
അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. നമുക്കിനി ടൈമർ രജിസ്റ്റേഴ്സ് പഠിക്കുമ്പോൾ ഓവർഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്ത ടൈമർ 1ൻ്റെയും സിമിലർ കേസ് തന്നെയാണ്. 16 ബിറ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മിനിമം ഹെക്സാഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് 000H ആണ്. അതുപോലെ തന്നെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് FFFH ആണ്. അപ്പം വെച്ചാൽ ഇത് ടൈമറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് വെച്ചാൽ 0000 തൊട്ട് FFFF വരെയാണ് കൗണ്ട് ചെയ്യുക. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ടൈമർ 1 ഓവർഫ്ലോ ആകും. ഇനി നമുക്ക് ടൈമർ ഫംഗ്ഷൻ എന്താണ്, കൗണ്ടർ ഫംഗ്ഷൻ എന്താണെന്നൊന്ന് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു 8051 മൈക്രോ കൺട്രോളറിൽ 2 ടൈമേഴ്സ് ആണുള്ളത്, T0 ആൻഡ് T1 അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയേണ്ടത് അങ്ങനെയല്ല. എന്താണ്? 216 ബിറ്റ് ടൈമർ കൗണ്ടേഴ്സ് എന്നാണ് പറയുക. കാര്യം എന്താണ്? ഇതിന് തന്നെ ഈ ടൈമർ സർക്യൂട്ടറിക്കാണ്, ഇതൊരു സർക്യൂട്ടാണ് അല്ലേ. അപ്പോൾ ആ ഇൻറ്റേർണൽ സർക്യൂട്ടിന് തന്നെ എന്തായിട്ടും വർക്ക് ചെയ്യാൻ പറ്റും, ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും, കൗണ്ടറായിട്ടും ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈമറായിട്ട് മാത്രമല്ല ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്, കൗണ്ടറായിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ടൈമർ ഫംഗ്ഷൻ ആണോ കൗണ്ടർ ഫംഗ്ഷൻ ആണോ എന്ന് എങ്ങനെയാണ് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുക? ഇനി ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ സിസ്റ്റം ആണെന്ന് നമുക്കറിയാം. നമ്മുടെ മൈക്രോ പ്രോസസർ, മൈക്രോ കൺട്രോളർ എന്നൊക്കെ പറയുന്ന ഡിജിറ്റൽ സിസ്റ്റം ആണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ക്ലോക്ക് സിഗ്നൽ കൊടുക്കണം അല്ലേ. അപ്പോൾ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ക്ലോക്ക് സിഗ്നൽ കൊടുക്കണം. അപ്പോൾ ഈ ടൈമർ യൂണിറ്റിന് സപ്ലൈ ചെയ്യുന്ന ക്ലോക്ക് നമ്മുടെ മൈക്രോ കൺട്രോളറിനകത്ത് തന്നെയുള്ള ഇൻറ്റേർണൽ ക്ലോക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ടൈമർ യൂണിറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ടൈമർ എന്ന് പറയും. അതുപോലെ തന്നെ ഈ യൂണിറ്റ് വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, അത് യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ക്ലോക്ക് എന്ന് വെച്ചാൽ പുറത്തു നിന്നുള്ള ഒരു ക്ലോക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത്. ഈ ടൈമർ യൂണിറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ ഇതിനെ എന്താ പറയുക? കൗണ്ടർ എന്നാണ് പറയുക. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന ക്ലോക്കിൻ്റെ ഡിഫറൻസിലാണ് മെയിനായിട്ട് ഇത് ടൈമർ ആണോ കൗണ്ടർ ആണോ എന്ന് പറയാം. അപ്പോൾ ഇത് ടൈമർ ആണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് ഇൻറ്റേർണൽ ക്ലോക്ക് ആയിരിക്കും. ചില 8051 മൈക്രോ കൺട്രോളറിനകത്ത് തന്നെ ജനറേറ്റ് ചെയ്യുന്ന ക്ലോക്ക് ആയിരിക്കും യൂസ് ചെയ്യുക. ഇനി ഇത് കൗണ്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് എക്സ്റ്റേണൽ ക്ലോക്ക് യൂസ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ഇനി ടൈമറിനെ നമ്മൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ടൈം ഇൻ്റർവെൽസ്. എന്ന് വെച്ചാൽ നമ്മളൊരു ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് അതിനിടയിൽ ഉണ്ടാകുന്ന ആ ഒരു ടൈം ഇൻ്റർവെൽ മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ടൈമേഴ്സിനെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ടൈം ഡിലേസ് ജനറേറ്റ് ചെയ്യാനും നമ്മൾ ടൈമേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്, ടൈം ഡിലേ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കൗണ്ടേഴ്സിനെ എങ്ങനെയാണ് എന്തിനാണ് യൂസ് ചെയ്യുക? നമ്മൾ ഈവൻ കൗണ്ടേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുക. നമ്മൾ കൗണ്ടേഴ്സൊക്കെ നിങ്ങൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ പഠിച്ചതാണ്. അപ്പ് കൗണ്ടർ, ഡൗൺ കൗണ്ടർ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൗണ്ടേഴ്സിനെ യൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ് എത്ര നമ്പർ ഓഫ് ടൈംസ് വർക്ക് ചെയ്തു എന്നുള്ളത് കൗണ്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അപ്പ് കൗണ്ടർ എന്ന് പറയുന്നത് എന്താണ്? 0 തൊട്ട് നമുക്ക് 10 വരെ ആണെങ്കിൽ 0, 1, 2, 3 അങ്ങനെ 10 വരെ കൗണ്ട് ചെയ്യുന്നതിന് നമ്മൾ അപ്പ് കൗണ്ടർ എന്ന് പറയും. ഇനി 10 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ആ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അത് താഴേക്കാണ് ഡിക്രീസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ 9, 8, 7 അങ്ങനെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഡൗൺ കൗണ്ടർ എന്ന് പറയും. അപ്പോൾ കൗണ്ട് ചെയ്യാൻ, ഈവൻസ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? കൗണ്ടർ ഫംഗ്ഷനാണ് നടക്കുക. ഇനി ടൈം ഡിലേസ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ടൈം ഇൻ്റർവെൽസ് മെഷർ ചെയ്യാനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ടൈമർ ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ ഇതിനെ മെയിനായിട്ട് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് യൂസ് ചെയ്യുന്നത്, വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻറ്റേർണൽ ക്ലോക്കാണ് എങ്കിൽ അത് ടൈമറായിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ഇനി ഇത് എക്സ്റ്റേണൽ ക്ലോക്ക് യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് കൗണ്ടറായിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 8051 മൈക്രോ കൺട്രോളറിൻ്റെ ടൈമർ യൂണിറ്റിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. മെയിനായിട്ട് 2 ടൈമേഴ്സാണുള്ളത്, T0 ആൻഡ് T1. താങ്ക് യു.